അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വെയിൽ കണ്ടു. എന്നെക്കാളും സന്തോഷം വീടിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന മല്ലിക്കും മുളകിനുമായിരുന്നേ. മില്ലിലേക്ക് പോയി അങ്ങനെ മല്ലി മുളകൊക്കെ പൊടിച്ച് വാങ്ങിക്കൊണ്ട് വന്നേ. ഇപ്പോഴൊരു സമാധാനമായത്. അങ്ങനെ നേരെ വന്ന് ഞാൻ എന്റെ തട്ടകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ആകെ ഉണ്ടായിരുന്ന വഴുതനങ്ങയും തക്കാളി എടുത്ത് എന്തെങ്കിലും ഒരു കറി വെക്കണം. അതായിരുന്നു അടുത്ത ലക്ഷ്യം ഉണ്ടായിരുന്നത്. ചൂടായ ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും തക്കാളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയേ. ഇനി ഇതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിൽ മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നരച്ചെടുത്തേ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പുളിക്ക് ആവശ്യമുള്ള കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടിയൊക്കെ ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കറി തിളയ്ക്കുന്ന സമയത്തായിട്ടോ എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്താ ട്വിസ്റ്റ് എന്നല്ലേ? ദാ ഇപ്പൊ കാണിച്ചു തരാവേ. അതെ, അത് തന്നെ, ഉണക്ക ചെമ്മീൻ. അങ്ങനെ ചെമ്മീന്റെ തലയൊക്കെ നുള്ളി കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ കറിയിലോട്ടിട്ടെ. ഇനി ഇതുപോലെ നിങ്ങൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വാഴപ്പിന്റെ അരിഞ്ഞയിൽ നാരുകളെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. ഈ പപ്പട കമ്പിയുടെ ബാക്ക് വശം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുത്താൽ എല്ലാ നാരും അങ്ങ് പുറത്തേക്ക് വന്നോളേ. അവസാനം വാഴപ്പിന്റെയും പയറും കൂടി വേവിച്ചതാ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞേ. ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ കാലിനൊരു പരിക്കം പറ്റി കുറച്ച് ദിവസം കൊണ്ട് ജിത്തു വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ ചോറും കറികളും ഒക്കെ ചേർത്ത് ജിത്തുവിന് കൊടുത്ത ശേഷം ഞാനും കഴിച്ചു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.